ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മുടെ വയനാട് ജില്ലയിൽ മിണ്ടാപ്രാണികൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. ഫ്രണ്ട്സ്, നമ്മുടെ വയനാട് ജില്ലയിലെ ഉരുൾപൊട്ടലിൽ ഒരുപാട് പേരുടെ ജീവൻ പോയി. അതുപോലെ തന്നെ ഒരുപാട് മിണ്ടാപ്രാണികൾ നമ്മളെ വിട്ടുപോയിട്ടുണ്ടാകും. അവർക്കെല്ലാവർക്കും ആദ്യം ആദരാഞ്ജലികൾ പറയുകയാണ്. പിന്നെ ഒരുപാട് മിണ്ടാപ്രാണികൾ ഇപ്പോഴും അവിടെയുണ്ട്. ഞാൻ അവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുറേ ഡോഗ്സിൻ്റെ അഡോപ്ഷൻ ആയിട്ടുണ്ട്, അവരെ ഷെൽട്ടറിലോട്ട് മാറ്റിയിട്ടുണ്ട്, എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നുണ്ട്, സേഫാണെന്നൊക്കെ പറഞ്ഞു. എന്നാലും അവിടെയുള്ള മിണ്ടാപ്രാണികളെ മാക്സിമം എല്ലാവരും അഡോപ്റ്റ് ചെയ്യണം. വയനാട്ടിൽ താമസിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ അവിടെയുള്ള ഡോഗ്സിൻ്റെ, ക്യാറ്റ്സിൻ്റെ, അതുപോലെ കോഴികളുടെ ഒക്കെ ഫോട്ടോ എടുത്ത് ആനിമൽ അഡോപ്ഷൻ പേജിലേക്കിട്ട് അവരെ ആ ജില്ലയിൽ, ആ പ്രദേശത്ത് നിന്ന് മാറ്റണം. കാരണം അവിടെയൊന്നും ഇതുപോലെ ഇനി ഉരുൾപൊട്ടലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ ആരും താമസിക്കാനൊന്നും ഇനി വരുമില്ല. അപ്പോൾ അവരെ അവിടെ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ടു പോകും, അല്ലെങ്കിൽ അവരുടെ ജീവൻ പോകും. ഞാൻ ടി വിയിലൊക്കെ കാണാറുണ്ട് ചുരുൽമല എന്ന പ്ലേസിലൊരു പൂച്ചയുടെ സ്റ്റോറി. അത് ഒറ്റപ്പെട്ടു പോയി വീട്ടിൽ അത് വീട്ടുകാരെ കാത്ത് നിൽക്കുന്നതൊക്കെ ടി വി കാണിക്കും. അതുപോലെ തന്നെ ഒരു ഡോഗ് അതിൻ്റെ ഓണറിനെ അന്വേഷിച്ച് നടക്കുന്ന വീഡിയോ ഒക്കെ വൈറലായിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി സങ്കടം തോന്നും. അതുകൊണ്ടാണ് പറയുന്നത്, അവരെ അഡോപ്റ്റ് ചെയ്യണം. എത്രയും പെട്ടെന്ന് അവരുടെ ജീവൻ രക്ഷിക്കണം. വലിയ ക്യാറ്റ്സിനെ അഡോപ്റ്റ് ചെയ്യാൻ ആരും അങ്ങനെ അഡോപ്റ്റ് ചെയ്യില്ല. അവരെ അഡോപ്റ്റ് ചെയ്യണം. ആ പ്ലേസിൽ നിന്ന് മാറ്റി അവിടെയുള്ള എല്ലാ ഡോഗ്സും ക്യാറ്റ്സും അതുപോലെ ഏത് മൃഗങ്ങളാണെങ്കിൽ അവരെ ആ സ്ഥലത്ത് നിന്ന് മാറ്റി അവരെ അഡോപ്ഷൻ ചെയ്യണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.